ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാത്തൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സിമ്പിളായിട്ടൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാഗി വെച്ച് നമുക്ക് സിമ്പിളായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാം. അതിന് മുന്നേ പാത്തൂസ് കിച്ചൺ വെബ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഐറ്റത്തിന് വേണ്ടി ഞാനിവിടെ 2 മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇന്നത്തേത്. ഒരു മാഗിക്ക് ഞാൻ 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 മാഗിക്കും കൂടി 2.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാഗി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. മാഗി വേവിക്കുന്നതൊന്നും പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ നല്ല ന്യൂഡിൽസായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതിന് വെള്ളം ഒന്ന് ചെറുതായി വറ്റിച്ചിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് ഇതുപോലൊരു അരിപ്പ പാത്രത്തിലിട്ട് വെച്ചിട്ട് നമുക്കത് നൂറ്റിയെടുക്കാം. ആ ഒരു ടൈമിലേക്ക് നമുക്കൊരു ബോൾ എടുക്കാം. വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോൾ എടുക്കാം. ആ ബോളിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാഗി നൂഡിൽസ് ചേർക്കാവേ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ മാഗിയിൽ തന്നെയുള്ള പാക്കറ്റ് മസാലയാണ്. അതാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ഏകദേശം നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമാണ് 1 മുട്ട കൂടി വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഏകദേശം നമ്മുടെ മാഗി സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് നമുക്ക് അതിലേക്ക് എണ്ണ തൂക്കിയതിന് ശേഷം നമ്മുടെ മാഗിയുടെ ഈ ഒരു ലിക്വിഡ് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യം കുറച്ചധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചേർക്കണേ. ഇനി നമുക്ക് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ ഏകദേശം ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. മാഗി തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ, ഓംലെറ്റ് മാതിരി. ഇപ്പോഴും ഒരേ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാതെ വെറൈറ്റി മോഡൽസിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ കുട്ടികൾക്ക്. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. വളരെ സിമ്പിളല്ലേ, പ്രത്യേകിച്ചൊന്നും നമുക്ക് ഉള്ളിയുടെയോ മസാലയുടെയോ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ സവാളയും ചില്ലിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനതൊന്നും ചേർത്തില്ല, ഞാൻ സിമ്പിൾ മെത്തേഡിൽ ചെയ്തതാണിത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ മാഗി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്ന് റെഡിയാക്കി കൊടുക്കും കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി പാത്തൂസ് കിച്ചൺ വെബ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.